നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ആസ്മയും അലർജിയും കുറിച്ചിട്ടാണ്. അലർജി ഇന്ന് നാം നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ തുമ്മൽ, ജലദോഷം, മൂക്കലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ശരീരമാസകലമുള്ള ചൊറിച്ചിലും പുതിയ ഡ്രസ്സ് ഇടുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതയും അതുപോലെ രാവിലെ പത്രം എടുക്കുമ്പോഴുണ്ടാകുന്ന തുമ്മല് പോലെയുള്ള അസ്വസ്ഥതകളും ഒക്കെ അലർജി ആയിട്ടാണ് നാം കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അലർജിയെ നാം അവഗണിക്കുകയും ഭാവിയിൽ അലർജി അത് ആസ്മയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയുമാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇതിന് സാധാരണ നമ്മൾ അലർജിക്കും ആസ്മയ്ക്കും നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയുർവേദത്തിലെ ചില മരുന്നുകളും അതോടൊപ്പം തന്നെ അലോപ്പതിയിലെ ചില അലർജി പ്രതിരോധിക്കേണ്ട ചില മരുന്നുകളും ഒക്കെയാണ് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അലർജിയെ നമ്മൾ രണ്ട് തരം മരുന്ന്, ആയുർവേദത്തിലെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടായിരുന്നാലും അലോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നാലും അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ആസ്മയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരിക്ക് കഫം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. സൈനസിലും അതോടൊപ്പം തന്നെ ലങ്സിലും കഫം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ആസ്മയെയും അലർജിയെയും പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായും സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലെ സാധാരണയുള്ള ചികിത്സകൾ എന്തൊക്കെ പറയുന്നത്, ഈ കഫത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പകരം കഫം അടിച്ചമർത്തുകയാണ്, കഫം ഉള്ളിൽ നിർത്തി അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിൽ ഈ കഫത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കഫത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതിന് ഉപയോഗിക്കുന്ന ചില തുള്ളിമരുന്നുകളും അതോടൊപ്പം തന്നെ അതിന് ഉപയോഗിക്കുന്ന ചൂർണവും ഇവിടെ ലഭിക്കുന്നതാണ്. ഇത്തരം സംഗതികൾ ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ എത്ര വലിയ ആസ്മയും അലർജിയും പോലെയുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3-4 മാസം അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും നമ്മുടെ ഭക്ഷണശീലങ്ങളും നമ്മുടെ ജീവിത രീതികളും ചിട്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പൂർണ്ണമായും നമുക്ക് അലർജിയിൽ നിന്നും ആസ്മയിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നേടുകയും ചെയ്യാം എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടേക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എത്ര ദിവസം ഉപയോഗിക്കേണ്ടതെന്നും കൃത്യമായി നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.